അപ്പോൾ നമ്മളിന്ന് മട്ടൺ ടിക്ക എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഈ അറേബ്യൻ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാണ് അത്ര വലിയ വലിയ പീസാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നത്. ഇതിന് നമ്മൾ കഴുകിയെടുത്ത് ഇതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കണം. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മസാലകളൊന്നും ഉപയോഗിക്കില്ല. 1-2 സാധനങ്ങൾ മാത്രമേ നമ്മളിതിനകത്ത് ചേർക്കുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. സംഗതി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ റഫായിട്ട് കഴുകിയെടുക്കണം. ഇതിന് ചെറിയ ചെറിയ പീസാക്കണം. എങ്കിൽ മട്ടൺ തിക്കയാവുള്ളൂ. ഇതിൻ്റെ കൊഴുപ്പ് നമ്മൾ അധികം കളയണില്ല. കൊഴുപ്പ് കൂടെ വേണം. നമുക്കിതിൻ്റെ കൊഴുപ്പോടെയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. ഈ കൊഴുപ്പ് നമുക്ക് ചൂടാക്കുമ്പോൾ ഉരുകി വരും. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഇത് കൊഴുപ്പുള്ള ഭാഗം കട്ടാകാൻ ഒരല്പം പാടുണ്ടാവും. എപ്പോഴും ഈ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി മൂപ്പ് കുറഞ്ഞ ആട്ടിറച്ചി വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് ഗ്രില്ലാവും. മൂപ്പ് കൂടിയാൽ അല്പം പണിയാണ്. ഇത് വലിയ പീസ് ഇങ്ങനെ നടുവായിട്ട് ഇങ്ങനെ പൊളിക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിത് ഒന്നുകൂടെ നല്ലപോലെ കഴുകിയെടുക്കാം. നമ്മൾ 2-3 തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ കമ്പിയിലിങ്ങനെ കൊളുത്തണം. അതിനെ ഒരു കൊഴുപ്പ് ഉരുകണതിൻ്റെ മണം നല്ലൊരു ഫീലായിരിക്കും. ചിലതിൽ കൊഴുപ്പ് നല്ലോണം ഉണ്ടാകും. അപ്പോൾ കൊഴുപ്പിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മതി. ഇത്ര നമ്മൾ കടത്തിയാണ്. അടുത്തത് നല്ലൊരു ഇറച്ചി പീസ് ആദ്യം എടുത്തിടുക. ഇത്ര മതി. ഒരു കൊഴുപ്പെടുക്കുക. കൊഴുപ്പിന് എടുത്തിടുക. നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കരിയിടാം. കരി ഒന്ന് കത്തിച്ച് വിടാം. കുറച്ച് കറുപ്പൂര് വിടാം. ഇനി ഓരോ കരി ഇതിന് മുകളിൽ വെച്ചാൽ പെട്ടെന്ന് പിടിക്കും. നമ്മുടെ കരി നല്ല കനലായിട്ടുണ്ട്. പരത്തി കൊടുക്കണം. അടിയിലൊരു ഷീറ്റ് ഇട്ടാണ് തണുപ്പ് ഇറങ്ങാണ്ടിരിക്കും. ഭയങ്കര കളയായിട്ട് നമുക്കിതിന് മുകളിലൊരു ഗ്രില്ല് ഇതുപോലത്തെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഓരോരോ പീസ് വെച്ച് കൊടുക്കാം. ഇരിക്കട്ടെ. അവിടെ ഇത് തിരിക്കുക. തിരിച്ച് മുട്ടിച്ച് നിർത്തിയാലേ ഇത് സംഗതി നിൽക്കുള്ളൂ. ഭയങ്കര പുകയായിരിക്കും.
ഒരുപാട് കരിയാനും പാടില്ല. ഒരു ഗോൾഡൻ കളറാണ് ഇറച്ചിയൊക്കെ. ഇതിൻ്റെ കൊഴുപ്പ് ഉരുകി വെട്ടിയിട്ടേ അങ്ങനെ കത്തുകയാണ്. കത്തുമ്പോൾ ഇതിന് മാറ്റി വയ്ക്കുക. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മസാല ചേർക്കുന്നത്. മസാലയൊന്നുമില്ല, ജസ്റ്റ് കുരുമുളകും ഉപ്പും, അത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല. തിരിക്കുക, അതേപോലെ തിരിച്ചിട്ട് എല്ലാ ഭാഗത്തും കൊടുക്കുക. നമ്മുടെ സംഗതി വെന്തിട്ടുണ്ട്. വെന്തത് എങ്ങനെ തിരിയാൻ തുടങ്ങും. ഇറച്ചി വേണ്ട, ഇറച്ചി ലൂസാന്ന് പറയും. നമുക്ക് ഇത് എടുത്ത് മാറ്റാം. നമുക്കിത് നല്ല ടൈറ്റ് ചൂടുണ്ട്. അടിപൊളി. നമ്മളെടുക്കാം. ഇത് നമ്മുടെ ഷവർമ്മ പോലെ, പക്ഷെ മട്ടൻ്റെ സാധനമാണ് മാത്രം. ഇതിലല്പം കുരുമുളകും കൂടി ഇട്ടിട്ട്, കുരുമുളക് ഉപ്പും കൂടി കലർന്നതാണ്. ഇത് മുകളിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ടേസ്റ്റ് ശരിക്കും. ഇതിലല്പം നാരങ്ങയും കൂടി ഒരു തുള്ളിയാക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ശരിക്കും ഇങ്ങനെ തിന്നാൻ തന്നെ ഒരു ടേസ്റ്റാണ്. നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ വേവ് നോക്കാം. അതാ സംഗതിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല പഞ്ഞു പോലെയായി. സ്മൂത്തായി വന്നിട്ടില്ല. അടിപൊളി. ഒരു രക്ഷയില്ലല്ലേ? നോക്കിയാ വേണ്ടാ, നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് മൂത്ത ആടല്ല വാങ്ങിച്ചത്. ഇത് ജർജർ എന്ന് പറഞ്ഞ സാധനമാണത്. ഒരു പീസ് എടുത്തിട്ട് പൊറോട്ടയിലേക്ക് അടിക്കാം. പൊറോട്ടയും മയോണൈസും കൂടിയിട്ട് അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൊളി സംഭവം. ഇതിൻ്റെ കൊഴുപ്പാണ്. കൊഴുപ്പ് കുരുകി ഈ പരുവത്തിലായി. എന്താ അതല്ലേ? കൊഴുപ്പോട് കൂടിയിട്ട് മയോണൈസിൽ മുക്കിയത്. പൊളി, ഒന്നും പറയാനില്ല. അടിപൊളി. പൊറോട്ടയൊന്നും വേണ്ട ശരിക്കും. വെറുതെ ഇങ്ങനെ നമ്മൾ സ്നാക്സ് കഴിക്കും പോലെ കഴിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ കഴിഞ്ഞ തവണ ഒമാനിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു സംഭവമാണ്. അവിടെ മെറ്റലിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് മെറ്റലിൽ വെച്ചുണ്ടാക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഗ്രില്ലിൽ ചെയ്തു. സംഗതി പൊളി പറഞ്ഞാൽ അടിപൊളി. ശരിക്കും എന്താ പറയുക, അത്ര നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ആ ഇറച്ചിൻ്റെ മാത്രം ആ ടേസ്റ്റും അതിൽ കുരുമുളക് ഉപ്പും കൂടി ചേരുമ്പോൾ അതിഗംഭീരമായ ടേസ്റ്റ് ആയിരിക്കാം. ഈ ഇല കൊളസ്ട്രോൾ കുറയും എന്നാണ് പറയുന്നത് കേട്ടോ. ജർജർ, അറബിയിൽ ജർജർ പറയും. റോക്കറ്റ് ലീവ്സ് എന്നാണ് എൻ്റെ പേര്. എന്തായാലും സംഗതി അടിപൊളി, ഉഷാറാണ്. ഒന്നും പറയാനില്ല. ആർക്കും ട്രൈ ചെയ്യാം. സംഗതി ഒന്നുമില്ലല്ലോ, ഒന്നും ഇടില്ലല്ലോ. ഒരു മസാല ഇടാത്തതുകൊണ്ട് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റും. ഒരു കമ്പിയിൽ കുത്തുക, ചൂടാക്കുക. 100% ഷുവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ടേസ്റ്റ്. ശരിക്കും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ആടോ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആട് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി
ചെറുത് മൂപ്പ് കുറഞ്ഞ ആട് നോക്കി വാങ്ങുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നല്ല മൂത്തതാണെങ്കിൽ വേഗം സമയമെടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ കുറേ പേരുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചിട്ട് അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.